ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഉറക്കം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറങ്ങാൻ പറ്റാണ്ടാകുന്ന അവസ്ഥ അതിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഞാൻ നിനീത, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഒപ്പം. ഉറക്കം എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. നമ്മുടെ മൂഡ്സ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്നിങ്ങനെ എല്ലായിടത്തും ഉറക്കത്തിനൊരു വലിയ റോളുണ്ട്. പല പല അസുഖങ്ങൾക്കും നല്ലൊരു ഉറക്കം പാസ്സായി കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, അതുപോലെ തന്നെ ബൈപോളാർ ഡിസോർഡേഴ്സിലെ മാനിക് എപ്പിസോഡ്സിന് വരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമ്മുടെ ഈ ഉറക്കത്തിനുണ്ട്. എന്നാൽ ഉറക്കം ഇല്ലാണ്ടാകുന്ന അവസ്ഥ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പല സാഹചര്യങ്ങളിലും സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ, ഓവർ തിങ്കിങ് കൂടിക്കഴിഞ്ഞാൽ, ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ ആദ്യം കയറി പിടിക്കുന്നത് നമ്മുടെ ഈ ഉറക്കത്തിനെയാണ്. ആൻഡ് ഈ ഉറക്കം ഇല്ലാത്ത അവസ്ഥ അത് വീണ്ടും വീണ്ടും നമ്മളെ ശാരീരികമായും മാനസികമായും വളരെയധികം തളർത്തിക്കളയും. അതുകൊണ്ട് തന്നെ ഉറക്കം എന്നുള്ളത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മുടെ മെമ്മറി റിട്ടൻഷന് 40% വരെ ഉറക്കം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നല്ല പോലെ പഠിച്ചു കഴിഞ്ഞ് ഒരു കുട്ടീൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും പറയും, പോയി സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട്. ആ ഉറങ്ങുന്ന സമയത്ത് നല്ല പോലെ റീകോളിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കാനേ പറ്റുള്ളൂ, അല്ലേ? ഈ ഉറക്കം ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിലത്തെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊരു സ്ലീപ്പിംഗ് സ്കെഡ്യൂള് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കറക്റ്റ് ടൈമിൽ ഉറങ്ങുക, കറക്റ്റ് ടൈമിൽ എണീക്കുക, അല്ലെങ്കിൽ പറ്റുന്ന പോലെ ഒരു ആക്യുറേറ്റ് ടൈം ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ആക്യുറേറ്റ് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം എണീക്കാനായിട്ട് ശ്രദ്ധിക്കാം. പല നേരത്തും ഉറങ്ങി പല നേരത്തും എണീക്കുന്ന ഒരവസ്ഥയാകുമ്പോൾ നമുക്ക് വളരെയധികം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ സ്ലീപ്പ് എഫക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ്, ഉറങ്ങുന്നതിന് മുന്നേ നല്ല പോലെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ്, സ്ട്രെസ്, ആങ്സൈറ്റി ഇതിനൊക്കെ മാറ്റി നല്ല പോലെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ്, യോഗ, മെഡിറ്റേഷൻ, JPMR, അതുപോലെ തന്നെ നല്ല റിലാക്സിങ് ബ്രീത്തിങ് എക്സസൈസ് ഇതൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡ്രിങ്കിങ് ഹാബിറ്റ്സും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സും. നമ്മൾ ഉറങ്ങണേന് 3 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിക്കണമെന്നാണ് പല ഡോക്ടേഴ്സും പറയാറുള്ളത്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഡ്രിങ്കിങ്, വെള്ളം കുടിക്കുന്ന കാര്യം. വെള്ളം കുടിക്കാൻ 1 മണിക്കൂർ മുമ്പെങ്കിലും ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ആൽക്കഹോളിസം. പലപ്പോഴും നമുക്ക് തോന്നും നന്നായിട്ട് കുടിച്ചാൽ നമ്മൾ നല്ല പോലെ ഉറങ്ങുമെന്ന്. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ ഡീപ്പ് സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ വില്ലനാണ് ആൽക്കഹോൾ. രണ്ടാമത്തെ വില്ലനോ കഫെയിൻസ്. ടീ, കോഫി ഇതൊന്നും ഉറങ്ങണേന് മുന്നേ കൺസ്യൂം ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളുടെ ഡീപ്പ് സ്ലീപ്പിനെ അല്ലെങ്കിൽ ഉറക്കത്തിനെ അപ്പാടെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന വലിയ വില്ലന്മാർ തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്ന ആളാണോ? അയ്യോ ഞാൻ ഇത്ര നേരമായിട്ടും ഉറങ്ങിയില്ലേ, അയ്യോ ഇത്ര നേരമായിട്ടും ഞാൻ എന്ത് ചെയ്യായിരുന്നു, അയ്യോ ഞാൻ കുറേ നേരം ഫോൺ യൂസ് ചെയ്തോ. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോക്കിൻ്റെയോ അല്ലെങ്കിൽ വാച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാം. ക്ലോക്ക് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് ആ കാര്യം ഇഗ്നോർ ചെയ്യുക. അത് നോക്കാനുള്ള ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഇതും നിങ്ങളുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. സ്ക്രീൻ ടൈം കുറയ്ക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കിടക്കണേന് കുറച്ചധികം മണിക്കൂർ മുന്നേ സ്ക്രീൻ ഓഫ് ചെയ്ത് റിലാക്സ് ആയിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കാം. ഇതും നിങ്ങളുടെ
സ്ലീപ്പിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വേറൊരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും എന്നോട് പല ക്ലയൻറ്റുകളായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഉറങ്ങാൻ 8 മണിക്കൂർ ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് 9 മണിക്കൂർ ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഒരു അഡൽട്ടിന് മിനിമം സ്ലീപ്പ് വേണം എന്നുള്ളൊരു കണക്ക് മാത്രമാണ്. അത് അങ്ങനെ തന്നെ പിടിച്ച് നിങ്ങൾ അത് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ചിലർക്ക് 6 മണിക്കൂർ സ്ലീപ്പ് മതിയായിരിക്കും, ചിലർക്ക് 7 മണിക്കൂർ സ്ലീപ്പ് വേണമായിരിക്കും. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ നോക്കാം. ആൻഡ് 6 മണിക്കൂർ സ്ലീപ്പ് ചെയ്ത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മണിക്കൂർ സ്ലീപ്പ് മതിയായിരിക്കും. അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓൾ ആർ ഡിഫറെൻറ്റ്. ആൻഡ് സ്ലീപ്പ് പ്രോബ്ലമായിട്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പത്തിൻ്റെ ടീം ഇവിടെ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ സ്ലീപ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ഓൾസോ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.